എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 106 ചോദ്യങ്ങളാണ് ചെയ്തു നിർത്തിയത് അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഒരു ഷോപ്പിൽ നിന്ന് ഒരാൾ ഒരു 450 രൂപയ്ക്ക് സാധനം വാങ്ങി. 450 രൂപയ്ക്ക് ഒരാൾ സാധനം വാങ്ങി. ആ ഷോപ്പിൽ ഏത് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു 30% ഡിസ്കൗണ്ട് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഷോപ്പിൽ നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ 30% ഡിസ്കൗണ്ട് ഉള്ളൊരു ഷോപ്പാണ്. ആ ഷോപ്പിൽ നിന്ന് ഒരാൾ 450 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും? നാം ഇത് 2 രൂപത്തിൽ ചെയ്തു അല്ലേ? നമ്മുടെ ആദ്യ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? 450. അപ്പം 100 രൂപയ്ക്ക് 30 രൂപ അല്ലെ? 100 രൂപയ്ക്ക് 30 രൂപ കുറവ്, അതാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ 450 രൂപയ്ക്ക് അല്ലേ? അപ്പൊ 450 എത്ര 100 ഉണ്ടെന്ന് നമ്മൾ നോക്കണം അല്ലെ? അപ്പൊ 450 എത്ര 100 ഉണ്ടെന്ന് നോക്കാൻ ഞാൻ പറഞ്ഞു 1 2 സ്ഥാനം അല്ലെ? അപ്പൊ 2 0 ആണെങ്കിൽ 2 0 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം. അല്ലെങ്കിൽ നോക്കിയാൽ ഇവിടെ 2 0 അല്ലേ ഉള്ളത് അല്ലെ? 2 0 അല്ല, ഇവിടെ ഒരു 0 ഒരു 5 ആണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നീക്കിയിട്ട് ഒരു പോയിന്റ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര നീക്കി കഴിഞ്ഞാൽ അല്ലെ ബാക്കിയുള്ളതാണ് 100 അല്ലെ? അപ്പൊ 4 100 ഇതിലുണ്ട്, ശരിയല്ലേ? 4 100 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 4 100-ന് അല്ലെ, ഒരു 100-ന് എത്ര കാശിയാ? 30 രൂപ അല്ലെ? ഒരു 100-ന് 30 രൂപ കിഴിവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 100-ന് എത്ര കിട്ടും? 4 × 30 അല്ലെ? അപ്പൊ 4 × 30 120 രൂപ കിഴിവ് കിട്ടും അല്ലെ? എത്ര രൂപയ്ക്ക്? 400 രൂപയ്ക്ക് 120 രൂപ കുറവ് കിട്ടും. ഇനി ബാക്കി ഇവിടെ എത്ര ഉണ്ട്? ഒരു 50 രൂപയും കൂടി ഉണ്ട് അല്ലെ? 450 ആണ്. അപ്പൊ 50 രൂപയുടെ കിഴിവും കൂടി നമ്മൾ കാണേണ്ടി വരും അല്ലെ? അതായത് 100 രൂപയ്ക്ക് 30 രൂപയാണെങ്കിൽ 100-ന്റെ പകുതിയാണ് 50 അല്ലെ? ഇവിടെ നോക്കിയാൽ ശ്രദ്ധിക്കുക, 100 രൂപയ്ക്ക് കിഴിവ് എത്രയാണ്? 30 രൂപ കിഴിവ് അല്ലെ? 100 രൂപയ്ക്ക് 30 രൂപ കിഴിവ്. അങ്ങനെയാണെങ്കിൽ 50 രൂപ, ഇവിടെ ബാക്കി 50 ഉണ്ട്. 50 രൂപയ്ക്ക് എത്ര ഉണ്ടാവും കിഴിവ്? ഇതിന്റെ പകുതി കിട്ടും അല്ലെ? അതായത് 15 രൂപ കിഴിവ് കിട്ടും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആകെ 400 രൂപയ്ക്ക് 120 രൂപ കിഴിവ് കിട്ടും. പിന്നെ ഒരു 50 രൂപയുണ്ട്, 50 രൂപയ്ക്ക് ഒരു 15 രൂപയും കൂടി കിഴിവ് കിട്ടും അല്ലെ? അങ്ങനെ മൊത്തം എത്ര കിഴിവ് കിട്ടും? 135 രൂപ കിഴിവ് കിട്ടും അല്ലെ? അപ്പൊ ഇത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ഒറ്റയടിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് അല്ലെ? അപ്പൊ അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. എന്ത് ചെയ്താൽ മതി? 450 അല്ലെ? അപ്പൊ 30% എന്ന് പറയുന്നത് നമുക്കറിയാം 30/100 എന്നറിയാം അല്ലെ? അപ്പൊ 30/100. അപ്പൊ 450-ന് 30/100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ? ഈ 0 ക്യാൻസൽ ചെയ്ത് പോയി, ഈ 0 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എത്ര വന്നു? 45 × 3 അല്ലെ? അപ്പൊ 45 × 3 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 135 കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഗുണം? പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഇനി ഇവിടെ 450-ന് പകരം 475 രൂപ വിചാരിക്കുക. 475 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ എന്തായിരിക്കും? ആദ്യം നമ്മൾ 400 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടിയെന്ന് കാണണം. പിന്നെ നമ്മൾ 75 രൂപയ്ക്ക് എത്രയാണ് ഡിസ്കൗണ്ട് കിട്ടിയെന്ന് കാണണം അല്ലെ? അങ്ങനെ നമ്മൾ കാണേണ്ടി വരും. ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 475 × 30/100. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി എന്ത് ചെയ്യണം? എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 110-ൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അറ്റ് ദി ബുക്സ് ഫെസ്റ്റിവൽ ഓൾ ബുക്സ് ആർ ഗിവൺ 15 ഡിസ്കൗണ്ട് അല്ലെ? 15% ഡിസ്കൗണ്ട്. അതായത് ഒരു പുസ്തകോത്സവത്തിൽ പുസ്തകങ്ങൾക്ക് എത്ര ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്? നമ്മളൊരു പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെ? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സി ദി പ്രൈസസ് ഓഫ് ബുക്സ് ശ്രീന ആൻഡ് ഹർ ഫ്രണ്ട്സ് ബോട്ട്. ശ്രീനയുടെ ഫ്രണ്ട്സും കൂടിയിട്ട് പോയിട്ട് എന്ത് ചെയ്തു? പുസ്തകോത്സവത്തിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങി അല്ലെ? അപ്പോൾ ഓരോരുത്തരും വാങ്ങിയ പുസ്തകങ്ങളുടെ ആ വില നമുക്കൊരു ടേബിളിൽ തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ഹൗ മച്ച് ഈസ് ഹാസ് ടു പേ അല്ലെ? അപ്പൊ ശ്രീനയുടെ ഫ്രണ്ട്സും ഓരോരുത്തരും എത്ര രൂപ വെച്ച് കൊടുക്കണം. അപ്പൊ ഓരോരുത്തരും വാങ്ങിയ പുസ്തകങ്ങളുടെ വില നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കി ഓരോരുത്തരും എത്ര പൈസ വെച്ച് കൊടുക്കണം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ശ്രീന അല്ലെ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ശ്രീനയുടെ കാര്യം എടുക്കാം. ശ്രീന, ഓക്കെ. ശ്രീന എത്ര രൂപയ്ക്ക് ബുക്ക് വാങ്ങിയിട്ടുണ്ട്? 540 രൂപയ്ക്ക് അല്ലെ? അപ്പൊ നമുക്ക് 540. ഓക്കെ. അപ്പൊ ശ്രീന 540 രൂപയ്ക്ക് ബുക്ക് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, വാങ്ങിയിട്ടുണ്ട് അല്ലെ? ഇനി ഡിസ്കൗണ്ട്, വിലക്കുറവ് എത്രയാണുള്ളത്? ഡിസ്കൗണ്ട്
ഡിസ്കൗണ്ട് എന്ന് എഴുതാം, അടിയിൽ എഴുതാം വിലക്കുറവ്. മലയാളം മീഡിയക്കാർ എഴുതാം വിലക്കുറവ് എന്ന് എഴുതാം. വിലക്കുറവ് എത്ര ശതമാനമാണ്? വിലക്കുറവ് 15%. അല്ലേ? അപ്പോൾ 15% വിലക്കുറവാണ്. 540 രൂപയുടെ ബുക്ക് വാങ്ങി. അങ്ങനെയാണെങ്കിൽ ശ്രീന് എത്ര കാശ് കൊടുക്കേണ്ടി വരും? എത്ര പൈസ കൊടുക്കേണ്ടി വരും? എന്ത് ചെയ്യണം? ആദ്യം എത്ര രൂപ കിഴിവ് കിട്ടിയെന്ന് നമുക്ക് നോക്കണം അല്ലേ? അപ്പം നമുക്കറിയാം ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ഈ 15% നമുക്ക് 15/100 എന്ന് എഴുതണം അല്ലേ? അതായത് 100-ൽ 15 രൂപയാണ് ഡിസ്കൗണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ 540 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടി എന്നാണ് ചോദ്യം അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 540-നെ 540 × 15/100 അല്ലേ? അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ നോക്കിയാൽ ഒരു 0 ഉണ്ട്, ഒരു 0 കൊണ്ട് ക്യാൻസൽ ചെയ്തു അല്ലേ? ഇനി നമുക്കിവിടെ 0 മുകളിലില്ല, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? 54 × 15/10 ആണ്. അപ്പോൾ എപ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ടത്? അടിയിൽ 10 100 വരുമ്പോൾ നമുക്കത് ഹരിക്കാൻ എളുപ്പമാണ് അല്ലേ? ഹരിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്ത് ചെയ്യുക? മുകളിൽ ഗുണിക്കാനുള്ളത് അങ്ങോട്ട് ഗുണിച്ചിടാം. അപ്പോൾ മുകളിൽ ഏതൊക്കെ ഉള്ളത്? 54 × 15 അല്ലേ? അപ്പോൾ നോക്കിയാൽ 54 × 15 എത്ര വരും? 5 × 4 20, ബാക്കി 2, 5 × 5 25, 2 27, 1 × 4 4, 1 × 5 5. അപ്പോൾ 0, 7, 4, 11, 1, 1, 2, 3, 5, 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 810 കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ 810 കിട്ടി. = 810 കിട്ടി. അതായത് 54-ഉം 15-ഉം തമ്മിൽ ഗുണിച്ചപ്പോൾ 810 കിട്ടി അല്ലേ? ബൈ എന്തുണ്ട് അടിയിൽ? ഒരു 10 ഉണ്ട് അല്ലേ? ഇനി നമുക്ക് എളുപ്പത്തിൽ നോക്കിയാൽ ഈ 10-ലെ 0 ഈ 810-ലെ 0 ക്യാൻസൽ ചെയ്ത് കളയാലോ? ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 81. അപ്പോൾ 81 രൂപയാണ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടിയത് അല്ലേ? അതായത് 540 രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങിയപ്പോൾ 81 രൂപ കുറവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര പൈസ കൊടുത്താൽ മതി? അപ്പോൾ നമുക്ക് എഴുതാം എമൗണ്ട് ടു പേ. എമൗണ്ട് ടു പേ അതായത് കൊടുക്കേണ്ട തുക അല്ലേ? അതായത് ബുക്കിന് കൊടുക്കേണ്ട വില. എത്ര വില കൊടുത്താൽ മതി? 540 അല്ലെ? 540 എത്ര കുറച്ച് കൊടുത്താൽ മതി? ഡിസ്കൗണ്ട് 81 രൂപ കിട്ടിയല്ലേ? അത് കുറയ്ക്കുക. അപ്പം എന്ത് വേണം? 540 മൈനസ് 81 അല്ലേ? 81 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 0 ആണ്. അപ്പം 0 ആകുമ്പോൾ എന്ത് വേണം? ഇവിടെ കടം വാങ്ങണം അല്ലേ? അപ്പോൾ 1 കടം വാങ്ങിയപ്പോൾ ഇവിടെ എത്രയായി? 3 ആയി. അപ്പോൾ ഇവിടെ 10 ആയി അല്ലേ? 10 ആയി. അപ്പോൾ 10-ൽ നിന്ന് 1 കുറച്ചാൽ 9. ഇനി ഇവിടെ 3-ൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1 ഇതിൽ നിന്ന് കടം വാങ്ങി. അപ്പോൾ ഇവിടെ 5 എന്നുള്ളത് 4 ആയി. അപ്പോൾ ഇവിടെ 13 ആയി അല്ലേ? 13 ആയി. അപ്പോൾ ഇനി 13-ൽ നിന്ന് എത്ര കുറയ്ക്കണം? 8 കുറയ്ക്കണം. എത്ര കിട്ടും? 13-ൽ നിന്ന് 8 കുറച്ചാൽ 5 അല്ലേ? ഓക്കെ. ഇനി ഇവിടെയുള്ള 4 അല്ലേ? ഇത് 5 എന്നുള്ളത് 4. അപ്പോൾ 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 459 കിട്ടി. അപ്പോൾ നോക്കിയേ എമൗണ്ട് ടു പേ അല്ലേ? അതെ, പുസ്തകത്തിന് കൊടുക്കേണ്ടതായ വില എത്ര കൊടുക്കേണ്ടി വരും? 459 രൂപ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഡിസ്കൗണ്ടിന്റെ വില കുറച്ചിട്ട് ബാക്കി 459 രൂപ കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഗുണിക്കൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റിന്റെ കാര്യം എടുക്കാം. ടെസ്റ്റ് 375 രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങി ഡിസ്കൗണ്ട്, അതായത് വിലക്കുറവ് അല്ലേ? അപ്പോൾ വിലക്കുറവ് 15%, അതായത് 15/100 അല്ലേ? ഇനി നമുക്ക് എത്ര പൈസ ആയിരിക്കും കൊടുക്കേണ്ടി വരിക? എത്ര ഡിസ്കൗണ്ട് കിട്ടിയെന്ന് നോക്കിയാൽ എത്രയായിരിക്കും ഡിസ്കൗണ്ട്? 375 രൂപക്ക് അല്ലേ? 375 രൂപക്ക് 100 രൂപയ്ക്ക് 15 രൂപ. അങ്ങനെയാണെങ്കിൽ 375 രൂപയ്ക്ക് എത്രയായിരിക്കും? 375 × 15/100 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100 കൊണ്ട് ഹരിക്കൽ എപ്പോഴും അവസാനം ഹരിച്ചാൽ മതി. ഇവിടെ വല്ല 0 ഉണ്ടെങ്കിൽ നമുക്ക് 0 ഒക്കെ വെട്ടിക്കളയാം. ഇവിടെ 0 ഒന്നില്ലല്ലോ, ഒന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 375-ഉം 15-ഉം തമ്മിൽ ഇങ്ങോട്ട് ഗുണിക്കാം അല്ലേ? അപ്പോൾ അത് മാത്രം ചെറിയൊരു പണിയുള്ളൂ. 375 × 15 അല്ലേ? അത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. 5 × 5 25, ബാക്കി 2, 7 × 5 35, 2 37, ബാക്കി 3, 5 × 3 15, 3 18 അല്ലേ? ഓക്കെ. ഇനി ഒന്നുകൊണ്ട് ഗുണിക്കണം. അപ്പോൾ തന്നെ അങ്ങോട്ട് എഴുതിയിട്ടാൽ മതി. എത്രയാണ്? 375. എത്ര കിട്ടും? 5, 5 7 12, ബാക്കി 1, 1 7 8 8 16, ബാക്കി 1 3 4 1 5. നമുക്ക് എത്ര കിട്ടി? 5 6 2 5 എന്ന് കിട്ടി അല്ലേ? അതായത് നോക്കിയേ, 5 6 2 5 എന്ന് കിട്ടി. ബൈ എന്താണുള്ളത്? 100 അല്ലേ? 100 കൊണ്ട് ഹരിക്കണം. 100 കൊണ്ട് ഹരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വളരെ എളുപ്പത്തിൽ ചെയ്യാലോ. ഇവിടെ 2 0 അല്ലേ ഉള്ളത്? അപ്പോൾ 2 0 ആണെങ്കിൽ ഇവിടെ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നോക്കി എത്ര കിട്ടും? 56 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടുക, ബാക്കി 2 5. കണ്ട? വളരെ ഈസി അല്ലേ? ഈ 2 0-ന് പകരം 2 സ്ഥാനം നീക്കി അങ്ങോട്ട് നമ്മൾ പോയിന്റ് ഇടാം.
അപ്പൊ 0 മുകളിലുണ്ടെങ്കിൽ നമുക്ക് 0 ക്യാൻസൽ ചെയ്ത് പോവാം അല്ലെ. ഇവിടെ 0 ഇല്ലാത്തത് കൊണ്ട് 2 0 ആണ്. അപ്പൊ 1 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 56 രൂപ 25 പൈസ ഡിസ്കൗണ്ട് കിട്ടി. ക്ലിയർ ആയില്ലേ? അപ്പൊ പിന്നെ എത്ര കാശ് കൊടുക്കേണ്ടി വരും? അപ്പൊ നമുക്ക് എഴുതാം എമൗണ്ട് ടു പേ. എമൗണ്ട് ടു പേ, കൊടുക്കേണ്ട തുക, കൊടുക്കേണ്ട പൈസ എത്ര കൊടുക്കേണ്ടി വരും? 375 രൂപയിൽ നിന്ന് 375 കൊടുക്കണോ? വേണ്ട അല്ലെ. അതിൽ നിന്ന് എത്ര പൈസ കുറയ്ക്കണം? 56 രൂപ 25 പൈസ കുറച്ച് ബാക്കിയുള്ളത് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ അതൊന്ന് കുറച്ചിട്ടാൽ മതി. 375 മൈനസ് എത്രയാണ്? 56.25 അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പോയിന്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് പിന്നെ പോയിന്റ് കഴിഞ്ഞു. അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ 2 0 ഇട്ട് കൊടുക്കുക തെറ്റാതിരിക്കാൻ. 375 നിന്ന് 56.25 ആണ് അല്ലെ. അപ്പൊ 56.25 നമ്മൾ നോക്കിയാൽ വൺസിന്റെ അടിയിൽ വൺസ് എഴുതണം, ടെൻസിന്റെ അടിയിൽ ടെൻസ് എഴുതണം, അതൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ തെറ്റാതിരിക്കുക ഒരു പോയിന്റ് കഴിഞ്ഞ് 2 0 ഇട്ട് കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇനി വേഗം ഒന്ന് കുറച്ച് നോക്കിയാൽ 5 അല്ലെ. 5 ഇവിടെ 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് കടം വാങ്ങണം അല്ലെ. അപ്പൊ ഇവിടെ കടം വാങ്ങാൻ ഇവിടെ 50 ആണുള്ളത്. അപ്പൊ 50 ഒന്ന് കടം വാങ്ങി എത്രയായി? 49 ആയി അല്ലെ. 49 ആയി. അപ്പൊ ഇവിടെ എത്ര കിട്ടി? ഇവിടെ ഇപ്പൊ 10 ആയി അല്ലെ. ഒന്ന് കടം വാങ്ങി 10 ആയി. അപ്പൊ 10 നിന്ന് 5 കുറച്ചാൽ 5. ഇനി 9 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 7 അല്ലെ. ഓക്കെ. ഇനി നോക്കിയേ, 4 നിന്ന് 6 കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 കടം വാങ്ങി അല്ലെ. അപ്പൊ ഇവിടെ 7 എന്നുള്ള എത്രയായി മാറി? ഇവിടെ 6 ആയി മാറി. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി 14 നിന്ന് 6 കുറച്ച് എത്ര കിട്ടും? 8 അല്ലെ. ഇനി 6 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 1 3. എത്ര കിട്ടി? 318.75 എന്ന് കിട്ടി. അതായത് 318 രൂപ 75 പൈസ. ക്ലിയർ ആയില്ലേ? അപ്പൊ 318 രൂപ 75 പൈസ. അപ്പൊ എളുപ്പമല്ല ഇത് ചെയ്യാൻ. അപ്പൊ ഈ ഗുണിക്കുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ കുറയ്ക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി നമുക്ക് അടുത്ത ഫ്രണ്ട് ആരാണ്? നാസർ അല്ലെ. അപ്പൊ നാസറിന്റെ കാര്യം ഒന്ന് നോക്കാം. നാസർ 630 രൂപയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങി അല്ലെ. ഡിസ്കൗണ്ട് എത്രയാണ്? 15% തന്നെ അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ അപ്പൊ നമുക്ക് എത്ര നാസറിന് എത്ര ഡിസ്കൗണ്ട് കിട്ടി? വിലക്കുറവ് കിട്ടി. 630-ന് 100-ന് 15 രൂപ. അങ്ങനെയാണെങ്കിൽ 630-ന് 630 ഇൻറ്റു 15/100 അല്ലെ. 100. ഇവിടെ നോക്കിയാൽ നമുക്ക് ഹരിക്കാൻ നോക്കിയാൽ ഒരു 0 മുകളിൽ ഒരു 0 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ 0 അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി അടിയിൽ 10 ആണ് അല്ലെ. 10 അതവിടെ എടുക്കട്ടെ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? 63-ഉം 15-ഉം തമ്മിൽ അങ്ങോട്ട് ഗുണിച്ച് നോക്കാം. അപ്പൊ 63 ഇൻറ്റു 15, 5 × 3 15, ബാക്കി 1, 6 × 5 30, 1 31. ഇനി 1 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ അതേപോലെ ഇട്ടാൽ മതി 3-ഉം 6-ഉം. അപ്പൊ എപ്പോഴും ടേബിള് നന്നായിട്ട് പഠിച്ചിരിക്കുക, എന്നാലും നമുക്ക് വേഗം ഗുണിക്കാനും കൂട്ടാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ 5 3 1 4 6 3 9. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 945 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ 63-ഉം 15-ഉം തമ്മിൽ ഗുണിച്ചപ്പോ 945 എന്ന് കിട്ടി. ഇനി ബൈ ഇവിടെ അടിയിൽ എന്താ ഉള്ളത്? ഒരു 10 ഉണ്ട് അല്ലെ. 10. അപ്പൊ നമുക്കറിയാം 10 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 10-ൽ ഒരു 0 ആണുള്ളത്. ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാ പോരെ. അപ്പൊ 94.5 കണ്ട. അപ്പൊ നമുക്ക് വളരെ എളുപ്പം കിട്ടും. 94 രൂപ 50 പൈസ വിലക്കുറവ് കിട്ടി. ക്ലിയർ ആയില്ലേ? അപ്പൊ 0.5 എന്ന് പറഞ്ഞാൽ 50 പൈസ കേട്ടാ. അപ്പൊ 94 രൂപ 50 പൈസ വിലക്കുറവ് കിട്ടി അല്ലെ. അപ്പൊ എത്ര പൈസ തിരിച്ച് കൊടുക്കേണ്ട വരും കടയ്ക്ക്? അപ്പൊ എമൗണ്ട് ടു പേ അല്ലെ. അതായത് നമ്മൾ കടക്കാരന് കൊടുക്കേണ്ട തുക എത്ര കൊടുക്കേണ്ടി വരും? 630-ൽ നിന്ന് 630 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയത്. അതിൽ നിന്ന് 94 രൂപ 50 പൈസ കുറച്ചിട്ട് ബാക്കിയുള്ളത് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് നോക്കാം. 630 മൈനസ് എത്രയാണ്? 94 കണ്ട. പോയിന്റ് കണ്ട. പോയിന്റ് ഇവിടെ എഴുതണം. 0.50. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പോയിന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? 2 0 കൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് വേഗം കൂടെ കുറയ്ക്കാലോ. 0-ന് 0 പോയി കഴിഞ്ഞാൽ 0 അല്ലെ. ഇനി നോക്കിയാൽ ഇവിടെ 0 ആണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കടം വാങ്ങണം അല്ലെ. അപ്പൊ ഇവിടെ 10 ആക്കണം. നമുക്ക് 10 ആക്കണം. അപ്പൊ ഇവിടെ നിന്ന് കടം വാങ്ങാൻ ഇവിടെ 30 ആണുള്ളത് അല്ലെ. 30-ൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ എത്രയായി? 29 ആയി അല്ലെ. 29 ആയി. ഇനി നോക്കിയാൽ നമുക്ക് 10-ൽ നിന്ന് 5 കുറച്ചാൽ 5. ഓക്കെ. ഇനി 9-ൽ നിന്ന് 4 കുറച്ചാൽ 5. ഇനി ഇവിടെ 2 ആണ് ഇല്ല അല്ലെ. 2-ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? 1 ഇവന്റിൽ നിന്ന് കടം വാങ്ങാം അല്ലെ. അപ്പൊ ഇത് 12 ആയി. അപ്പൊ ഇവിടെ എത്രയായി? ഇവിടെ 5 ആയി. ഇനി 12-ൽ നിന്ന് 9 കുറച്ച് എത്രയാണ്? 3
അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഏതാ ഉള്ളത്? 5 ഉള്ളു അല്ലേ? അപ്പൊ 5 കൂടി ഇറക്കിട്ടു. അപ്പൊ എത്ര കിട്ടി? 535.50 എന്ന് കിട്ടി. 5 രൂപ നോക്കിയേ, 535 രൂപ 50 പൈസ അല്ലെ? 50 പൈസ കൊടുക്കണം. എവിടെ കൊടുക്കണം? കടയിൽ കൊടുക്കണം അല്ലെ? അപ്പൊ 630 രൂപയുടെ സാധനമായിട്ട് എത്ര കൊടുത്താൽ മതി? ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 535 രൂപയെ 50 പൈസ കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ഫ്രണ്ട് ആരാണ്? ജേക്കബ് അല്ലെ? അപ്പൊ ജേക്കബിന്റെ കാര്യം ഒന്ന് നോക്കാം. ജേക്കബ് 432 രൂപയ്ക്കാണ് സാധനങ്ങൾ വാങ്ങിയത് അല്ലെ? അതായത് പുസ്തകങ്ങൾ വാങ്ങിയത്. ഡിസ്കൗണ്ട് 15%. അപ്പോ എത്ര കിട്ടിയിട്ടുണ്ടാവും ഡിസ്കൗണ്ട്? 432 രൂപയ്ക്ക് അല്ലെ? 100-ന് 15 രൂപ. അപ്പോ 432 രൂപയ്ക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 432 ഇൻറ്റു 15/100 അല്ലെ? ഇവിടെ നോക്കിയാൽ നമുക്ക് വെട്ടിക്കളയാൻ മുകളിൽ 0 ഒന്നില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യാതാ മതി? ആദ്യം ഇവര് തമ്മിൽ മുകളിലുള്ളവർ തമ്മിൽ അങ്ങോട്ട് ഗുണിക്കുക, എന്നിട്ട് നമുക്ക് 100 കൊണ്ട് ഹരിക്കുക അല്ലെ? അതാണ് എളുപ്പം. അപ്പൊ 432 ഇൻറ്റു 15. ഓക്കെ, 5 ഇൻറ്റു 2 10, ബാക്കി 1, 3 ഇൻറ്റു 5 15, 1 16, ബാക്കി 1, 4 ഇൻറ്റു 5 20, 1 21. ഇനി 1 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ അതന്നെ ഇട്ടാൽ മതി. 2 3 4. ഓക്കെ, എത്ര വരും? 0, 6 2 8, 3 1 4, 4 2 6. അപ്പൊ എത്ര കിട്ടി നമുക്ക് ഇവിടെ നോക്കിയേ? 6480 ബൈ ഇവിടെ 100 ഉണ്ട് അല്ലെ? 100. ഇനി നോക്കിയേ, നമുക്ക് 0 0 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ? ഓക്കെ, ഇനി 10 കൊണ്ട് ഹരിക്കണം ഇതിന് അല്ലെ? 10 കൊണ്ട് ഹരിക്കാൻ ഒരു പോയിന്റ് അല്ലെ? ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടാ പോരെ? അപ്പൊ എത്ര കിട്ടും? 64.8. അപ്പൊ 64.8 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 64 രൂപ 80 പൈസ അല്ലെ? അപ്പൊ 64 രൂപ 80 പൈസ എന്താണ്? ഡിസ്കൗണ്ട് കിട്ടി. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി എത്ര പൈസ ബുക്ക് ഷോപ്പിൽ കൊടുക്കേണ്ടി വരും? അപ്പൊ നമുക്ക് എഴുതാം എമൗണ്ട് ടു പേ. എമൗണ്ട് ടു പേ അതായത് ബുക്ക് ഷോപ്പിൽ കൊടുക്കേണ്ടതായ തുക എത്ര കൊടുക്കേണ്ടി വരും? 432ന്റെ ബുക്ക് വാങ്ങിയിട്ട് 64 രൂപ 80 പൈസ കുറച്ചിട്ട് ബാക്കിയുള്ളത് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ ഇവിടെ ഒന്ന് കുറച്ചിട്ട് നോക്കിയാൽ 432.00 എന്ന് എഴുതാം, തെറ്റാതിരിക്കാം. ഇനി 64.80 എന്ന് എഴുതി അല്ലെ? ഇനി നോക്കിയേ, 0 0 പോയ 0. ഇനി ഇവിടെ നമുക്ക് ഒന്നിന് കടം വാങ്ങണം അല്ലെ? ഇത് 10 കടം വാങ്ങുമ്പോൾ എത്രയായി? 2 എന്നുള്ളത് 1 മാറി അല്ലെ? അപ്പൊ 10-ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 2. ഓക്കെ, ഇനി നോക്കിയാൽ ഇവിടെ 1-ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് കടം വാങ്ങി അല്ലെ? അപ്പൊ ഇവിടെ 11 ഇവിടെ എത്ര ആയി? ഇവിടെ 2. അപ്പൊ 11-ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ എത്രയാണ് ബാക്കി? 7 അല്ലെ? 7. ഇനി ഇവിടെ നോക്കിയാൽ 2-ൽ നിന്ന് 6 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഇവിടെ നിന്ന് കടം വാങ്ങി. അപ്പൊ എത്ര കിട്ടി? ഇവിടെ 12. ഇവിടെ എത്രയായി? 4 എന്നുള്ളത് 3 അല്ലെ? അപ്പൊ 12-ൽ നിന്ന് 6 കുറച്ചാൽ 6. ഈ 3 നമ്മൾ ഇറക്കിട്ടു. അപ്പൊ എത്ര കിട്ടി? 367.20 എന്ന് കിട്ടി അല്ലെ? അതായത് 367 രൂപ 20 പൈസ. ഇനി എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം? എ പേഴ്സൺ ബോറോഡ് 26,750 rupees ഫ്രം എ ബാങ്ക് അല്ലെ? അതായത് ഒരാള് ബാങ്കിൽ നിന്ന് 26,750 രൂപ കടമെടുത്തു. പിന്നെയോ, വേർ ദി ഇൻട്രസ്റ്റ് ഈസ് 12% ഈച്ച് ഇയർ അല്ലെ? അതില് ഓരോ വർഷവും എത്രയാണ് പലിശ? 12% പലിശ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇനി എന്താണ് ചോദ്യം? ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ 1 year? അതായത് 1 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടക്കണം അല്ലെ? നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള അതേ ടൈപ്പ് ചോദ്യം തന്നെ. ഇവിടെ നോക്കിയേ, ഒരാള് ബാങ്കിൽ നിന്ന് അപ്പൊ ബോറോഡ് എമൗണ്ട് അതായത് കടമെടുത്ത തുക അല്ലെ? എത്രയാണ് കടമെടുത്തു ബാങ്കിൽ നിന്ന്? 26,750 രൂപ കടമെടുത്തു. മനസ്സിലായല്ലോ? ബോറോഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ കടമെടുത്ത തുക. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് പലിശയുടെ നിരക്ക്. എത്രയാണ് പലിശ നിരക്ക്? 12%, 12% പലിശ നിരക്ക് അല്ലെ? അങ്ങനെയാണെങ്കിൽ പലിശ ഇൻട്രസ്റ്റ് എത്ര വരും? 100 രൂപയ്ക്ക് 12 രൂപ അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 12% ഉടനടി നമുക്ക് എഴുതാം 12/100 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഇൻട്രസ്റ്റ് പലിശ ആയിട്ടുണ്ടായിരിക്കും? നമുക്കറിയാം 100 രൂപയ്ക്ക് 12 രൂപ അല്ലെ? അങ്ങനെയാണെങ്കിൽ 26,750 രൂപയ്ക്ക് എത്ര വരും? ഇൻറ്റു 12/100 അല്ലെ? അപ്പൊ നമുക്കറിയാം ഇവിടെ നോക്കിയാൽ ഒരു മുകളിൽ ഒരു 0 ഉണ്ട്, അടിയിൽ ഒരു 0 ഉണ്ട്. ഈ ഒരേ 0 അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? 2,675 ഇൻറ്റു 12 അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ തമ്മിലൊന്ന് ഗുണിച്ചു നോക്കാം. 2,675 ഇൻറ്റു 12. 5 ഇൻറ്റു 2 10, ബാക്കി 1, 7 ഇൻറ്റു 2 14, 15 അല്ലെ? ബാക്കി 1, 6 ഇൻറ്റു 2 12, 1 13, ബാക്കി 1, 2 ഇൻറ്റു 2 4, 1 5.
ഇനി ഒന്നും കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ 1 × 5 5, 1 × 7 7, 1 × 6 6, 1 × 2 2. അപ്പൊ എത്ര കിട്ടി? 0, 5 5 10 അല്ലെ, 0, ബാക്കി 1, 7 3 10 3 11, ബാക്കി 1, 1 5 6 6 12, ബാക്കി 1 1 2 3 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഇവര് തമ്മിൽ ഗുണിച്ചപ്പോൾ 32,100 ബൈ എന്ത് കിട്ടി? ഇവിടെ ഇനി 10 ഉള്ളു അല്ലെ, 10 ഉള്ളു, 10. ഇനി നോക്കിയാൽ ഈ 0 ക്യാൻസൽ ചെയ്ത് പോയിക്കൂടെ, കളയാം അല്ലെ. ഇനി എത്ര വന്നു? 3210 കിട്ടി. അതായത് പലിശ എത്രയാണ്? 3210 രൂപ പലിശ കൊടുക്കണം. ഇനി പലിശയും കൊടുക്കണം, അതിന്റെ കൂടെ എത്ര കൊടുക്കണം? നമ്മൾ എടുത്ത ഈ പൈസയും കൂടി കൊടുക്കണ്ടേ. അപ്പൊ മൊത്തം എത്ര പൈസ കൊടുക്കേണ്ടി വരും? അപ്പൊ നമുക്ക് എഴുതാം എമൗണ്ട് ടു പേ ബാക്ക്. അതായത് തിരിച്ച് അടയ്ക്കേണ്ട തുക, എമൗണ്ട് ടു പേ ബാക്ക്, തിരിച്ചടയ്ക്കേണ്ട തുക എത്ര വരും? ഈ എടുത്ത തുക 26,750 രൂപ എടുത്തു ബാങ്കിൽ നിന്ന്, അതിന്റെ കൂടെ 3,210 രൂപ ഇൻട്രസ്റ്റും കൂടി കൊടുക്കണം അല്ലെ. അപ്പൊ എത്ര വരും? 26,750 പ്ലസ് 3,210 ഇൻട്രസ്റ്റ്. അങ്ങനെ മൊത്തം 0 6 7 2 9 6 3 9 2. എത്ര കൊടുക്കേണ്ടി വരും? 29,960 റുപ്പീസ് മൊത്തം കൊടുക്കണം. 29,960 റുപ്പീസ് മൊത്തം ബാങ്കിലേക്ക് തിരിച്ച് അടയ്ക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എ കമ്പനി ഗീവ്സ് 8% ഓഫ് 1 month's സാലറി ആസ് ബോണസ് ഫോർ ഓണം. ഓണത്തിന് ഒരു കമ്പനി ഒരു മാസത്തെ ശമ്പളത്തിന്റെ 8% ബോണസ് ആയിട്ട് അല്ലെ. ബോണസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉത്സവത്തെ അല്ലെ, ഓണം അതുപോലെ തന്നെ ആഘോഷങ്ങൾ വരുമ്പോൾ ഓരോ കമ്പനികൾ എന്ത് ചെയ്യും? കുറച്ച് പൈസ കൂടുതൽ കൊടുക്കും അല്ലെ. അതാണ് നമ്മൾ പറയാ ബോണസ് എന്ന് പറയാം. അപ്പൊ ബോണസ് ആയിട്ട് കൊടുക്കുന്നു. എത്ര ശതമാനം? 8% ബോണസ് ആയിട്ട് കൊടുക്കുന്നു. ഹൗ മച്ച് ഡസ് എ മാൻ ഹൂസ് മന്ത്ലി സാലറി ഈസ് 46,375 റുപ്പീസ് ഗെറ്റ് എ ബോണസ്? അങ്ങനെയാണെങ്കിൽ 46,375 രൂപ ശമ്പളമുള്ള ഒരു മാസത്തിൽ ശമ്പളമുള്ള ഒരാൾക്ക് എത്ര രൂപ ബോണസ് ആയി കിട്ടും അല്ലെ. അപ്പൊ ബോണസ് കിട്ടുക എത്രയാണ്? 8%. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 46,375 രൂപയുടെ 8% കണ്ടാൽ മതി അല്ലെ. അത്രയുള്ള ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം മന്ത്ലി സാലറി. മന്ത്ലി സാലറി എന്ന് വെച്ചാൽ എഴുതാം, മലയാളത്തിൽ എഴുതാം മാസ വരുമാനം അല്ലെ. ആ മാസത്തിലെ വരുമാനം എത്രയാണ്? 46,375 രൂപ. ഇനി ബോണസ് അല്ലെ, ബോണസ് എത്രയാണ് കൊടുക്കുന്നത്? ബോണസ് എന്ന് പറഞ്ഞാൽ എന്താ എഴുതണം? ഉത്സവ ഭത്ത അല്ലെ. അപ്പൊ ഉത്സവ ഭത്ത എന്ന് എഴുതാം. എത്രയാണ്? 8%. അപ്പൊ 8% ബോണസ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ 8% എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഉടനടി 8/100 എന്ന് എഴുതാം. ഇനി ഇതിന്റെ അല്ലെ 100 രൂപയ്ക്ക് 8 രൂപയാണെങ്കിൽ 46,375 രൂപയ്ക്ക് എത്ര രൂപയാണ് ബോണസ് എന്ന് അല്ലെ. അപ്പൊ നമുക്ക് ബോണസ് എമൗണ്ട് അല്ലെ, ബോണസ് എമൗണ്ട് അതായത് ഉത്സവ ഭത്തയായി കിട്ടുന്ന തുക എത്രയാണ്? ഉത്സവ ഭത്തയായി കിട്ടുന്ന തുക എത്രയാണ്? 46,375 ഇൻറ്റു 8/100 അല്ലെ. 100 രൂപയ്ക്ക് 8 രൂപ, അങ്ങനെയാണെങ്കിൽ ഇത്ര രൂപയ്ക്ക് ഇൻറ്റു 8/100. ഇവിടെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ വെട്ടി അല്ലെ കളയാൻ വേണ്ടി 0 ഒന്നില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? ഇവര് തമ്മിൽ ആദ്യം ഒന്ന് ഗുണിച്ചു നോക്കാം. നോക്കിയേ 46,375 ഇൻറ്റു 8. അപ്പൊ 8 × 5 40, ബാക്കി 4, 7 × 8 56, 4 60, ബാക്കി 6. ഇനി 8 × 3 24, 24 6 30, ബാക്കി 3. 6 × 8 48, 48 3 51, ബാക്കി 5. 8 × 4 32, 5 37. അപ്പൊ ഇവര് തമ്മിൽ ഗുണിച്ചപ്പോ നമുക്ക് എത്ര കിട്ടി? 371000 എന്ന് കിട്ടിയല്ലേ ഇവര് തമ്മിൽ ഗുണിച്ചപ്പോ ബൈ 100. ഇനി നോക്കിയേ 2 0 എളുപ്പത്തിലാണ് ക്യാൻസൽ ചെയ്ത് വന്നു. ബാക്കി എത്ര വന്നു? 3710 രൂപ എന്തായിട്ട് കിട്ടി? ഉത്സവ ഭത്തയായിട്ട്, അതായത് ബോണസ് ആയിട്ട് കിട്ടി അല്ലെ. അപ്പൊ എത്ര പൈസയാണ് ബോണസ് ആയി കിട്ടിയെന്ന് ചോദിച്ചിട്ടുള്ളൂ. മൊത്തം എത്ര കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എത്ര രൂപ ബോണസ് ആയി കിട്ടി? 3710 രൂപ ബോണസ് ആയിട്ട് കിട്ടി. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.